ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഹേമ പറഞ്ഞ പ്രകാരം രേവതിയെ ചതിക്കുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്ര കൂട്ടി നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടൊരു ഭാഗമാണ്. രേവതിക്കായിട്ട് വലിയൊരു ഓർഡർ തന്നെ കിട്ടുകയാണല്ലേ. ഒരു കല്യാണ വർക്ക്, അത് മുഴുവനായി തന്നെ 8 ലക്ഷം രൂപയുടെ ഒരു വർക്ക് നമ്മുടെ രേവതിക്കായിട്ട് കിട്ടുന്ന സമയം തന്നെയാണ് ഹേമ അങ്ങോട്ടേക്ക് വരുന്നത്. ഹേമ വന്നതിന് ശേഷം രേവതിയെ താഴ്ത്തി കെട്ടുന്ന രീതിക്ക് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇത് പുതിയ ആളുകളാണ്, ഇവർക്ക് ഇതേ രീതി ഇത്രയും വലിയ ഓർഡർ എടുത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെയുള്ള അതായത് ഈ ഒരു വർക്ക് പിടിച്ചു കൊടുക്കുന്ന മാനേജറാണ് ഇതിനെല്ലാം തന്നെ മറുപടി പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, പുതിയ പുതിയ ആളുകൾ വർക്ക് എടുക്കട്ടെ, എന്തായാലും രേവതി ചെയ്ത വർക്കുകൾ ഈ കല്യാണ പാർട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞിട്ടാണ് രേവതിക്ക് ഈ ഒരു വർക്ക് ഏൽപ്പിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, എത്ര ലക്ഷം രൂപയുടെ വർക്ക് ഏൽപ്പിക്കുന്നത്? 8 ലക്ഷം രൂപയല്ലേ, അതിവൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, താൻ അത് തീർച്ചയായിട്ടും കൊണ്ടുവന്നിരിക്കും, താൻ ഈ ഒരു വർക്ക് പിടിച്ചിരിക്കുമെന്നൊരു വാശിയോട് കൂടി തന്നെയാണ് രേവതി അവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്നാൽ ഹേമയാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഹേമ രേവതിയുടെ തൊട്ട് പിന്നാലെ ചെന്നതിന് ശേഷം ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രേവതി ഹേമയുടെ വാക്കിന് ഒരു വില പോലും കൽപ്പിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഹേമ പറയുകയാണെന്നാൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, നീ എൻ്റെ കീഴിൽ ഒരു വർക്കറായി തന്നെ ജോലി ചെയ്തോ, നീ എത്ര രൂപ ചോദിക്കുക അത് നിനക്ക് ഞാൻ ശമ്പളമായി തരാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ആരുടെയും കീഴിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനാണ് താല്പര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഹേമയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആ ഒരു സമയത്തും ഹേമ രേവതിയെ താഴ്ത്തിക്കെട്ടുന്ന രീതിക്ക് മാത്രമല്ല, ഈ ഒരു വർക്ക് നിന്നെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല രേവതി എന്നൊരു വെല്ലുവിളിയും കൊണ്ട് നടത്തുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം തന്നെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് താൻ ഈ ഒരു വർക്ക് ചെയ്യും, താൻ ഈ 8 ലക്ഷം രൂപ അയാൾക്കൊണ്ട് ഈ ഒരു മാനേജർക്ക് കൊണ്ട് ഏൽപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ മാറി നിന്ന് കേൾക്കുന്ന ചന്ദ്രയുടെ കയ്യിലേക്ക് ഒരു ചൂണ്ടക്കൊളുത്ത് കിട്ടിയ പോലെ ആവട്ടെ. അതായത് എങ്ങനെയെങ്കിലും രേവതിനും തറ പറ്റിക്കണം, അവളുടെ ഓരോ വളർച്ചയും ചന്ദ്രയ്ക്ക് കുശുമ്പുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെയും രേവതിയെ ചവിട്ടി താഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് തനിക്ക് കിട്ടിയിരിക്കുന്ന പുതിയൊരു കൂട്ടായി തന്നെ ഹേമയെ ചന്ദ്ര കാണുകയാണ്. അപ്പോൾ ആ ഹേമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ഹെൽപ്പുകളും ചെയ്തു കൊടുക്കാമെന്ന് ചന്ദ്ര ഹേമയ്ക്കായിട്ട് വാക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹേമയെ റോട്ടിൽ വെച്ച് കണ്ട കാര്യവും ഹേമ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയ കാര്യങ്ങളെയും എല്ലാം വന്ന് തന്നെ രേവതി വീട്ടിലേക്ക് വന്നതിന് ശേഷം സച്ചിയോടായിട്ട് പറയുന്നുണ്ട്. പെട്ടെന്ന് സച്ചി പറയണം, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓർഡർ നീ തന്നെ ചെയ്യണം രേവതി, ഇത് നമ്മുടെ ഒരു വാശിയാണെന്നൊക്കെ പറയുന്ന സമയത്താണ് 8 ലക്ഷം രൂപയുടെ ഓർഡറാണെന്ന്, ഈ 8 ലക്ഷം രൂപ ഇവർ ആദ്യം ഏൽപ്പിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി ഒന്ന് പതറുന്നുണ്ട്. കാരണം എങ്ങനെ ഇത്ര വേഗം ഒരു 8 ലക്ഷം രൂപ ഒപ്പിക്കുമെന്ന് ഒരു സംശയത്തോടുകൂടി നിൽക്കുന്നുണ്ടെങ്കിലും രേവതിക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും നൽകാമെന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പെരമണിക്ക് വേണ്ടി കൂട്ടിവെച്ച പൈസയും മാത്രമല്ല കയ്യിൽ നിന്നും അതുപോലെ അവിടെ ഇവിടെ നിന്ന് കടം മേടിച്ച് 8 ലക്ഷം രൂപ ഒപ്പിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം രേവതി ഒരു പണവുമായിട്ട് പോകുന്ന സമയം തന്നെ ചന്ദ്ര ഹേമയെ വിളിച്ചതിന് ശേഷം രേവതി ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പറയുമ്പോഴത്തേക്കും ഹേമ ഒരൊറ്റ കൈപ്രയോഗം നടത്തുവാൻ കേട്ടോ. രേവതി വരുന്ന വണ്ടിപ്പെടുത്തിയതിന് ശേഷം രേവതിയുടെ കയ്യിൽ നിന്ന് ആ ഒരു പണവും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയായി തന്നെ രേവതിക്കിട്ട് വലിയൊരു ചതിക്കുഴി ഒരുക്കുന്നൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.